അവസാനമായി ഞാൻ ജയിലിൽ വെച്ച് വായിച്ചു തീർത്തത് ദസ്തയോവ്സ്കിയുടെ ദ ഹൗസ് ഓഫ് ഡെഡ് എന്ന പുസ്തകമാണ്. 100 വർഷം മുമ്പ് റഷ്യയിൽ മറ്റൊരിടത്ത് ദസ്തയോവ്സ്കി ഈ നോവൽ എഴുതുമ്പോൾ തിഹാർ ജയിലിലെ എൻ്റെ അനുഭവങ്ങളുമായി അത് സമരസപ്പെടുന്നു. ഒരു കഥാപാത്രം ഇങ്ങനെ പറയുന്നു: വി ആർ നോട്ട് അലൈവ് ദോ വി ആർ ലിവിങ്. നമ്മൾ ജീവിച്ചിരിക്കുന്നവരല്ല, നോട്ട് ഇൻ ഗ്രേവ്, നമ്മൾ ഒരിക്കലും കുഴിമാടത്തിലല്ല. ദോ വി ആർ ഡെഡ്, മരിച്ചുപോയെങ്കിലും നമ്മൾ ഗ്രേവ് യാർഡിലല്ല. തിഹാറിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എനിക്ക് അത് തോന്നുകയാണ്. ഉമർ ഖാലിദ് ദ ക്വിൻറ്റിന് അയച്ച കത്തിൽ പറയുന്ന ഭാഗമാണിത്. ഉമർ ഖാലിദിൻ്റെയും സഹ തടവുകാരുടെയും ജയിൽ ജീവിതം വർഷങ്ങൾ നീളുകയാണ്. നോ ബെയിൽ, നോ ട്രയൽ. ഇന്ത്യൻ ജുഡീഷ്യറിയെയും ന്യായ സംവിധാനങ്ങളെയും അപഹാസ്യമാക്കുന്ന വിധം ഇപ്പോഴും ആ നാടകം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ജാമ്യാപേക്ഷയിൽ ഉമർ ഖാലിദിൻ്റെ കൗൺസിൽ പറയുന്നത് ഡൽഹി കലാപാഹ്വാനം എന്ന് പറയുന്ന കേസ് തന്നെ ഒരു തമാശയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഉമർ ഖാലിദിൻ്റെ ജയിൽ ജീവിതത്തിലേക്ക് നയിച്ച സമരങ്ങളുടെയും ആ സമരത്തിൻ്റെ പിന്നിലുള്ള കേസുകളുടെയും ചരിത്രം പബ്ലിക് ഡൊമൈനിലുണ്ട്. നാം എല്ലാവരും ഓർക്കുന്ന കാര്യമാണ്. രാജ്യമൊട്ടാകെ നടന്ന CAA NRC വിരുദ്ധ പ്രക്ഷോഭം, പ്രതിഷേധ യോഗങ്ങളിൽ നിരവധി ആളുകൾ പ്രസംഗിച്ചിട്ടുണ്ട്. ചെറിയ ഒരാൾക്കൂട്ടത്തോട് JNUവിൻ്റെ മുമ്പിൽ വെച്ച് ഉമർ ഖാലിദ് പ്രസംഗിക്കുകയുണ്ടായി. ആ പ്രസംഗത്തിൻ്റെ ഇംഗ്ലീഷ് വെർബാറ്റം ഏതാണ്ട് ഇപ്രകാരമാണ്: ദേ ആർ ട്രൈയിങ് ടു പ്രൊവോക്ക് അസ്. അവർ നമ്മളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു. ദേ ആർ ട്രൈയിങ് ടു സ്റ്റാർട്ട് എ റൈറ്റ്. ഒരു കലാപം ആരംഭിക്കാൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ദേ ആർ സേയിങ് ഷൂട്ട് ദം. അവരെ കൊല്ലൂ എന്ന് പരസ്യമായി അവർ ആഹ്വാനം ചെയ്യുന്നു. പക്ഷേ വാട്ട് വി ആർ സേയിങ്, നമ്മൾക്ക് എന്താണ് പറയാനുള്ളത്? ദർ ഇസ് നോ ബെറ്റർ പ്ലേസ് ഇൻ ദ വേൾഡ് ദാൻ ഇന്ത്യ. ഇന്ത്യയേക്കാൾ സുന്ദരമായ ഒരു സ്ഥലം ഞങ്ങൾക്കില്ല എന്നാണ് നമ്മുടെ മറുപടി. ഇതാണ് ഉമർ ഖാലിദ് നടത്തിയ പ്രസംഗം. ആ പ്രക്ഷോഭങ്ങൾക്കിടയിലാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടി വരുന്നത്. സമരം ചെയ്യുന്നവർക്കെതിരെ കലാപം നടത്തണം, അവരെ ഷൂട്ട് ചെയ്യുക എന്ന് പരസ്യമായി പ്രസംഗിച്ചത് അനുരാഗ് താക്കൂർ ഉൾപ്പെടെയുള്ള BJP നേതാക്കളാണ്. ട്രംപിൻ്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഡൽഹി ഒട്ടാകെ കലാപ കലുഷിതമായിരുന്നു. അനുരാഗ് താക്കൂർ, കപിൽ മിശ്ര ഉൾപ്പെടെയുള്ള ആളുകൾ സമരം ചെയ്യുന്നവർക്കെതിരെ കലാപാഹ്വാനം നടത്തി. അവരെ ഷൂട്ട് ചെയ്യണമെന്ന് പരസ്യമായി പ്രസംഗിച്ചു. ആ പ്രസംഗങ്ങളുടെയും മോബ് ലിഞ്ചിങ്ങിന് വേണ്ടി ആഹ്വാനം നടത്തിയതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഡൽഹിയിൽ കലാപമുണ്ടായത്. സമരം ചെയ്യുന്നവരുടെ വസ്ത്രം കണ്ടാൽ അറിയാം എന്ന് പ്രസംഗിച്ചത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. ഡൽഹി പോലീസിൻ്റെ മുമ്പിൽ ആ പ്രഭാഷണങ്ങളുടെ വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ട് ജസ്റ്റിസ് മുരളീധർ ചോദിച്ചു, എന്താണ് നിങ്ങൾ FIR രജിസ്റ്റർ ചെയ്യാത്തത്? സിഖ് കലാപത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ജസ്റ്റിസ് മുരളീധർ പറഞ്ഞു, 1984 ആവർത്തിക്കാൻ അനുവദിക്കുകയില്ല. കപിൽ മിശ്ര ഉൾപ്പെടെയുള്ളവരുടെ പ്രസംഗം പ്ലേ ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ഇവർക്കെതിരെ FIR എടുക്കുന്നില്ല, എന്തുകൊണ്ട് ഇവർക്കെതിരെ കേസെടുക്കുന്നില്ല എന്ന് ആവർത്തിച്ച് ചോദിച്ചു ജസ്റ്റിസ് മുരളീധർ. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, ദ സിറ്റി ഈസ് ബേണിംഗ്. ഈ നഗരം കത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരുത്തരവാദത്തോടുകൂടി ആ കലാപത്തെ ലളിതവൽക്കരിക്കാൻ, ആ പരാമർശത്തെ ലഘൂകരിക്കാൻ കോടതിയോട് മറുപടി നൽകുന്നത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയായിരുന്നു. തുഷാർ മേത്ത പറഞ്ഞത് സിറ്റി ഒട്ടാകെ കത്തിയെരിയുന്നില്ല, ചില ഏരിയകൾ മാത്രമേ കത്തിയെരിയുന്നുള്ളൂ. കലാപാഹ്വാനം നടത്തുകയും കലാപം സൃഷ്ടിക്കുകയും ചെയ്ത കപിൽ മിശ്രയും അനുരാഗ് താക്കൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാതെ ഒരു വഴിയുമില്ലെന്ന് കണ്ടപ്പോൾ അർദ്ധരാത്രിയിൽ ജസ്റ്റിസ് മുരളീധർ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. എന്താണ് ഉമർ ഖാലിദിൻ്റെ കേസുകളുടെ തുടക്കം? 2020 മാർച്ചിൽ BJP
IT ഹെഡായ അമിത് മാളവ്യ ഒരു ട്വീറ്റ് ചെയ്യുന്നു. ഉമർ ഖാലിദിൻ്റെ ചെറിയ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടുകൊണ്ട് അമിത് മാളവ്യ പറയുന്നത്, ട്രംപിൻ്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഇന്ത്യൻ തെരുവുകളിൽ പ്രതിഷേധം കൊണ്ടും നിറക്കാനും മോദി ഇന്ത്യയെ വിഭജിക്കുന്നുവെന്ന് ട്രംപിനെ കാണിക്കാനുമാണ് ഇവരുടെ ശ്രമം. വാസ് ദ വയലൻസ് ഇൻ ഡൽഹി പ്ലാൻഡ് വീക്സ് ഇൻ അഡ്വാൻസ് ബൈ ദ തുക്ഡെ ഗ്യാങ്. ഈ ഒരൊറ്റ ട്വീറ്റാണ് എല്ലാ ഗോദി മീഡിയകളിലും ബ്രേക്കിംഗ് ന്യൂസായി, വാർത്തയായി വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടത്. ഡൽഹിയിലെ CAA NRC വിരുദ്ധ പ്രക്ഷോഭം അത് ട്രംപ് വരുന്നതിന് മുന്നോടിയായി കലാപത്തിനുള്ള ശ്രമമാണെന്ന, അതിന് മുന്നോടിയായി പ്ലാൻ ചെയ്തതാണെന്ന ഒരൊറ്റ ട്വീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സമരം ചെയ്ത ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെ പേരിലും രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് 5 വർഷമായി കേന്ദ്ര ഭരണകൂടം ജയിലിലടച്ചിരിക്കുകയാണ്. ഉമർ ഖാലിദിൻ്റെ കേസ് രാജ്യാന്തര ശ്രദ്ധ നേടുകയുണ്ടായി. USARF യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം 2020 സെപ്റ്റംബർ 13 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ഉമർ ഖാലിദിൻ്റെ കേസ് പരാമർശിക്കുന്നുണ്ട്. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഡോക്യുമെൻ്റ് വളരെ കൃത്യമായി യൂണിവേഴ്സിറ്റികളിൽ പോലീസ് നടത്തിയ നരനായാട്ട് മുതൽ BJP നേതാക്കളുടെ പ്രസംഗങ്ങൾ മുതൽ ഡൽഹി കലാപത്തിനിടയാക്കിയ മുഴുവൻ സംഭവ വികാസങ്ങളുടെയും ടൈം ലൈൻ രേഖപ്പെടുത്തിക്കൊണ്ട് ആംനസ്റ്റി ഡോക്യുമെൻ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകൾക്കെതിരെയുള്ള അറസ്റ്റും നടപടികളും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.